ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ജെയ്ത്തുവിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും പറയുന്നത്ര ചെറുതല്ല, ഏകദേശം ഒരു 20 മിനിറ്റ് സഹിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കാണാൻ താല്പര്യമുള്ളവർ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോക്കായിരിക്കും നല്ലത്. എപ്പോഴും ഒരു 8 മിനിറ്റിൻ്റെയും 10 മിനിറ്റിൻ്റെയും ഒക്കെ വീഡിയോ ഇടുന്നതാണ്. ഇന്ന് പിന്നെ ഒരുപാട് ചെറിയ ചെറിയ വിശേഷങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ഇനിയും ചുരുക്കാമെന്ന് വിചാരിച്ചാൽ എങ്ങനെയായാലും കഴിയില്ല. ഏകദേശം ഒരു സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള വിശേഷങ്ങൾ മുതലേ ഉണ്ട്. ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ മടിച്ച് ഒരു മാസം കഴിഞ്ഞ് ഞാനൊരു വ്ളോഗ് ഇട്ടിട്ട്. പിന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ സ്ഥിരം സ്നാക്സ് തന്നെയാണ്. എന്നാലും ഞാൻ കുറച്ച് എൻ്റെ വിശേഷങ്ങളും കൂടി കൂട്ടിയിട്ട് വ്ളോഗ് ഇടുന്നതാണല്ല. റീസൺ പ്രത്യേകിച്ച് ഇടാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ മടി തന്നെയാണ് കേട്ടോ. ഒരുപാട് നാളായി ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിട്ട് ഗാലറി ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഇനി ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നേരാന്ന്. എന്നാൽ പിന്നെ ഇരുന്നിട്ടൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്തിട്ട് ഒരു മാസം ആയെങ്കിലും ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യലുണ്ട്. മാഷാഅല്ലാഹ് ഓർഡറും കിട്ടലുണ്ട്. പിന്നെ കുറച്ച് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് ഈ പരിപാടി നിർത്തിയതാണോ, സ്നാക്സ് ഇപ്പോൾ സെയിൽ ചെയ്യലില്ലേ, അതുകൊണ്ടാണോ വ്ളോഗ് കാണാത്തതെന്നൊക്കെ കുറച്ച് ആൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പരിപാടി നിർത്തിയിട്ടൊന്നുമില്ല, മാഷാഅല്ലാഹ് മുമ്പത്തെ പോലെ തന്നെ നല്ല രീതിയിൽ ഓർഡർ കിട്ടാറും ഡെലിവറി ചെയ്യലും എല്ലാം ഉണ്ട്. പക്ഷേ ഇതന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നല്ല മടി. പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് കല്യാണങ്ങളും ഫങ്ഷനലായിട്ട് ഒരുപാട് പരിപാടീസും ഉണ്ട്, ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടികൾ. അതായത് നോമ്പ് കഴിഞ്ഞതല്ലേ, നോമ്പ് കഴിഞ്ഞിട്ട് ഹജ്ജ് പെരുന്നാൾ വരെയുള്ള സമയം എന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ മുസ്ലിംസിന് അറിയാമല്ലോ, എല്ലാവരും ഈ കല്യാണവും എല്ലാ കാര്യങ്ങളും, കല്യാണവും ഹൗസ് വാമിങ് എല്ലാം ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പഴമായാലും എന്ത് സാധനമായാലും, ഇപ്പോൾ പഴം തന്നെ നമ്മൾ ഒരു 3 കിലോനോ 5 കിലോനോ വാങ്ങി അത് കായട ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നമുക്ക് പെട്ടെന്ന് ഇടങ്ങി പോകേണ്ടി വന്നാൽ ആ പഴം പഴുത്തു പോകും. പിന്നെ അതിനെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ പ്ലാൻ ചെയ്ത് എനിക്ക് പരിപാടികളോ വേറെ കമ്മിറ്റ് ചെയ്യേണ്ട ഒരു സംഭവങ്ങളും ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ ഈ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ വർക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എല്ലാ വീഡിയോസിലും പറയുന്നു. അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ളത് ഈ ചിക്കൻ റോളും കായയുടെ ഇറച്ചിയുടെയിലും തന്നെയാണ്. ഇതെൻ്റെ എല്ലാ വ്ളോഗ്സിലും ഇങ്ങനെ കാണുന്നതല്ലേ, അപ്പോൾ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് എടുത്തെടുത്ത് പറയാനൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ വിശേഷങ്ങൾ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം എവിടെയെങ്കിലും പുറത്തെല്ലാം പോകുമ്പം സേറമോളെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ നമ്മളെ വണ്ടിയോ എന്തെങ്കിലും ആയിട്ട് പിന്നെ മനസ്സിലാവുന്നവർ, അതായത് സ്ഥിരമായിട്ട് വ്ളോഗ് കാണുന്ന ആരെങ്കിലും ആയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്താ വ്ളോഗ് ഇടാത്തത്, നമ്മൾ നിങ്ങളെ വീഡിയോസ് കാണലുണ്ടെന്നതിൽ പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് വീഡിയോ ഇട്ടതൊന്നല്ല, എന്താ പറയുക, സിമ്പിളായിട്ട് ചെയ്യുന്ന ആളാണെന്നല്ല, സ്ഥിരമായിട്ട് കാണുന്ന വ്യൂവേഴ്സിനെ അറിയായിരിക്കും. അപ്പോൾ പ്രതീക്ഷിക്കാതെ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ വ്ളോഗ്സെല്ലാം കാണലുണ്ട്. ഇപ്പം കുറേ ആളെ കണ്ടിട്ട് എന്താ പറ്റിയ വ്ളോഗ് കണ്ടിരിക്കാൻ നല്ല രസമാണ്, അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഇനി ഇടണം എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരു മാസമായിട്ട് ഇടാത്തതുകൊണ്ട് ഒരുപാട് ആൾ ഫോണിലേക്ക് കൂടി മെസ്സേജ് അയച്ചിട്ട് എന്തെങ്കിലും കുറച്ച് വ്ളോഗെങ്കിലും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെങ്കിലും എങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിലെല്ലാം എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ സേറമോക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആക്ച്വലി ഓക്ക് 2.5 വയസ്സായി. ഇത് 2.5 വയസ്സിൻ്റെ ഇഞ്ചക്ഷനൊന്നല്ല, മുമ്പ് എപ്പോഴോ ഞാൻ വെക്കാൻ മറന്നുപോയ ഒരു ഇഞ്ചക്ഷനാണ്. അപ്പോൾ ആശാ വർക്കർ വന്നിട്ട് അതിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു കല്യാണം ഉണ്ടായിരുന്നു വീട്ടിൻ്റെ അടുത്ത്, നമ്മളെ നാട്ടിൽ തന്നെ കല്യാണമുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. പനിയൊന്നും വരാത്ത ഇഞ്ചക്ഷനാന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അതും കൂടി ചെയ്തിട്ട് കല്യാണത്തിനെല്ലാം പോയിട്ട് വന്നിട്ടുണ്ടായിന്. പിന്നെ ആ ദിവസം തന്നെ രാത്രിയും പിറ്റേ ദിവസമെല്ലാമായിട്ട് കുറേ കൊടുക്കാനുണ്ടായിന്. ഈ റോളും കായടിയും തന്നെയാണല്ലോ മെയിൻ താരം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എപ്പോൾ ഞാൻ ഒരുക്കി വെക്കും. പിന്നെ എൻ്റേതായിട്ടുള്ള കുറച്ച് പരിപാടി ഉണ്ടായിന്, രാത്രിത്തേക്കുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കലും ബാജിക്കറി അങ്ങനെയുള്ള ആയിട്ട് കുറച്ച് ഐറ്റംസ് എൻ്റെതും ഉണ്ടായിന്. അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമല്ല. കാരണം സ്നാക്സിനോട് മാത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെ പണി ഒന്നും നടക്കില്ല. വീട്ടിലെ പണി മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വരുമാനം കിട്ടുന്ന പരിപാടി നടക്കില്ല. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളതും ഒരു ടാസ്ക് തന്നെയാണ്. ശരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ എടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു കേട്ടോ, ഇതെല്ലാം ഏത് ദിവസത്തെ മഴയെന്ന് പെയ്യുന്നതെന്നും കൂടി പറഞ്ഞുതരാൻ എനിക്ക് ഓർമ്മയില്ല. കാരണം അത്രയും ദിവസം മുമ്പുള്ള വീഡിയോസ് ഉണ്ട് ഇതിൽ. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഇങ്ങനെയൊക്കെ ഊഹിക്കാമല്ല. പിന്നെ സേറമോളെ കുരുത്തക്കേടുകളും കാര്യങ്ങളൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓളെ അംഗൻവാടിയിൽ അയക്കുന്നുണ്ടോ എന്ന് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അയക്കാനായിട്ടില്ല കേട്ടോ. ആക്ച്വലി ഒരു 2.75 എത്ര വയസ്സ്, ഒരു 3-3.5 ആയാൽ അയക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഉണ്ടായിന്. പിന്നെ മെയിൻ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന എൻ്റെ ഒരു കല്യാണം, എൻ്റെ അനിയത്തിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, കസിൻ സിസ്റ്ററാണ്. അപ്പോൾ പിന്നെ 3 ദിവസത്തെ കല്യാണം എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, എന്തായാലും വീട് പൂട്ടലും പോക്കെല്ലാം ആകുമ്പോൾ ഈ സ്നാക്സ് അവിടെ വെക്കൽ അത്ര സേഫ് അല്ല. ചിലപ്പം കറണ്ട് പോയിട്ട് ഫ്രിഡ്ജ് ഓഫായി പോകും, അല്ലെങ്കിൽ പെട്ടെന്ന് കസ്റ്റമേഴ്സ് വിളിച്ചാൽ ഇവിടെ എടുത്തു കൊടുക്കാൻ ആളുണ്ടാവില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ എന്തായാലും വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അധികം റിസ്ക് എടുത്തിട്ടില്ല. ആ ഒരു 3 ദിവസം മനഃപൂർവ്വം ഉള്ളതെല്ലാം നല്ല രീതിയിൽ സെയിലാക്കിയിട്ട് ഒന്ന് ലീവ് എടുത്ത്, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, ഒന്ന് ലീവ് എടുത്തിട്ടുണ്ടായിന്.
കുട്ടികൾക്കെല്ലാം പിന്നെ നമ്മളെ വീട്ടിൽ പഴയങ്ങാടി എന്നിട്ടാ, പഴയങ്ങാടി എരിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ കസിൻ്റെ വീടുണ്ടായിന്. അപ്പോൾ പിന്നെ ഒരു 3-4 ദിവസം ഈ കല്യാണത്തിൻ്റെ തിക്കും തിരക്കെല്ലായിട്ട് ഫുള്ള് അങ്ങനെ പോയി. പിന്നെ ഓളെ കല്യാണം കഴിക്കുന്നത് പൊന്നാനിയാണ്, മലപ്പുറം പൊന്നാനി. പിന്നെ ഒരു ദിവസം പൊന്നാനിയിലേക്ക് പോക്കും. അങ്ങനെ ഏകദേശം ഒരു 3-4 ദിവസം ആ ഒരു കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളെല്ലായിട്ട് പോയി. ആ ദിവസങ്ങളിലും എനിക്ക് കോൾ വരുന്നുണ്ടായിനെ. ആ സമയത്ത് വിളിച്ചിട്ട് ആർക്കെങ്കിലും എന്താ പറയുക സ്നാക്സ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നും തന്നിട്ടില്ല എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. ഈ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് കുറേ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് ഞാൻ ഇല്ല എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലയെന്ന് പറയാണ്ട് വേറെ ആർക്കെങ്കിലും കൊടുത്തൂടെ ആയ ഓർഡർ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞുതരാം. ആരെയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് എടുക്കാൻ പറ്റാത്ത ഓർഡർ, അതായത് നിങ്ങൾക്ക് അധികം അന്ന് തോന്നുന്നെങ്കിൽ ആ ഓർഡർ നമുക്ക് തന്നൂടെ എന്ന് വെച്ചിട്ട് കുറേ ആൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 ഞാൻ അങ്ങനത്തെ ഇത് കൊടുക്കലുണ്ട്. അപ്പം 2-3 പ്രാവശ്യം കസ്റ്റമർ അടുത്തുനിന്ന് അത്ര സുഖമില്ലാത്തൊരു റിവ്യൂ വന്ന്. അത്ര സുഖമില്ലാത്തതെന്ന് വെച്ചാൽ എന്താ പറയുക, നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു സംഭവം ഇല്ലാല, നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. സത്യം പറഞ്ഞാൽ നമുക്കത് മറച്ച് വെച്ചിട്ട് അവരുടെ അടുത്ത് സോറി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറയും ഇങ്ങനെ സംഭവം ഞാനിങ്ങനെ വേറെ ആളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചേന്ന്. അപ്പം പറഞ്ഞ് ഇനി നമ്മൾ ഓർഡർ ചെയ്താൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ സമയമില്ല എന്ന് പറഞ്ഞാൽ മതി, മറ്റുള്ളവരോട് വാങ്ങിയിട്ട് തരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ 2-3 തവണ എനിക്ക് തോന്നുന്നു പ്രൈസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ സ്നാക്സിൻ്റെ ക്വാളിറ്റിൻ്റെ കാര്യത്തിലും ചെറിയൊരു തർക്കം അല്ല, ചെറിയൊരു പരിഭവം അത്രേ പറയാൻ പറ്റൂ. അപ്പോൾ അത് വന്നതിന് ശേഷം എനിക്ക് എടുക്കാൻ പറ്റുന്നെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ക്യാൻസലാക്കും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ആർക്കും ഓർഡർ കൊടുക്കലില്ല കേട്ടോ. ആ പരിപാടി ഞാൻ നിർത്തി. കാരണം അവർ പൈസ തന്നിട്ട് നമ്മളെ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മളെ സ്നാക്സ് ഒരു തവണ കഴിച്ചിട്ടോ അതിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം കൊണ്ടായിരിക്കുമല്ലോ നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ആ ഉള്ള ഇഷ്ടമോ അല്ലെങ്കിൽ എൻ്റെ ഈ ജൈത്തൂന്നിലെ ഒരു ബ്രാൻഡ് നെയിം ഞാൻ തന്നെ കളഞ്ഞു വിളിക്കണ്ടെന്ന് എനിക്ക് തോന്നി. ഒരു 3-4 കസ്റ്റമർ നോമ്പിന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടായിന്. ആ സമയത്താണ് ഇങ്ങനത്തെ പ്രശ്നം വന്നത്. കട്ട്ലേറ്റ് പൊട്ടിപ്പോയി, അങ്ങനെയെല്ലായിട്ട് കുറച്ച് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് ഓർഡർ കൊടുക്കാണ്ട് ഇങ്ങനെ ലീവ് എടുത്തെന്ന് പറഞ്ഞിട്ടാ. അത് ഞാൻ ഓപ്പൺ ആയിട്ട് ഇവിടെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കൂലേ ഇത്രയും ദിവസം ലീവ് എടുക്കുമ്പോൾ ആ ഒരു ഓർഡർ വേറെ ആർക്കെങ്കിലും കൊടുത്തൂടെയെന്ന് വിചാരിക്കൂല. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് ഡേ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിന്. അതാ ഞാൻ പറഞ്ഞു, ഫംഗ്ഷൻ്റെ ഒരു കളിയായിരുന്നു. ഒരു 3-4 ദിവസത്തേക്ക് ഫുൾ ഫംഗ്ഷന്. ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടീൻ്റെ തന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പം നല്ലൊരു തളിപ്പറമ്പിലൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഉണ്ടായിന്. കല്യാണത്തിൻ്റെ ആ ഒരു ക്ഷീണം മാറിയിട്ടൊന്നും ഇല്ലായിരിക്കും, പക്ഷേ അത്യാവശ്യം നല്ല ഗ്രാൻഡ് പരിപാടിയല്ലേ, വെറുതെ മിസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി വണ്ടിയെല്ലാം പിടിച്ച് പോയിട്ടുണ്ടായിന്. ആ ബേബിനെ ഇങ്ങനെ വെൽക്കം ചെയ്യുന്നതെല്ലാമായിട്ട് നല്ല രസമുണ്ടായിന്. ഈ ഒരു ഡാൻസേഴ്സ് കുട്ടികൾ എന്താ പറയുക നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളെന്നെല്ലാം പറയൂലേ. രാത്രിയാണ് പക്ഷെ നല്ല രീതിയിൽ ഇത് മാത്രമല്ല ഒരു 2-3 ഒപ്പനയും ഡാൻസെല്ലാം ആയിട്ട് നല്ല നല്ല പെർഫോമൻസ് എല്ലാം ആയിട്ട് അതങ്ങനെ പോയി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിൽ സത്യം പറഞ്ഞാൽ എനിക്കിത് ആക്കി വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങി വെക്കാനോ ഒട്ടും പറ്റുന്നുണ്ടായിട്ടില്ല. പിന്നെ കുറേ ആൾ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളിത് ഒറ്റക്കാണോ ചെയ്യുന്നത്. ഞാൻ ഈ എല്ലാ വിശേഷത്തിൻ്റെ ഇടയിലും സ്നാക്സിൻ്റെ വിശേഷം തന്നെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ കുറേ ആൾ ചോദിക്കുന്ന കാര്യമൊന്ന് നിങ്ങളിത് ഒറ്റക്കാണോ ഉണ്ടാക്കുന്നത്, ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നത്, വീടില്ലേ, കുട്ടികളില്ലേ, സ്കൂളില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അതിന് ഞാൻ പറയുന്ന ഒരു റീപ്ലൈ എന്ന് വെച്ചാൽ ലൈഫിൽ ഹാർഡ് വർക്ക് ചെയ്താലേ ആർക്കാലും വിജയം ഉണ്ടാവും. നമ്മളെ കൊണ്ടൊന്നും പറ്റൂല, നമുക്ക് എല്ലാ പണിയും ചെയ്യാനുണ്ട്, വീട് വൃത്തിയാക്കാനുണ്ട്, മക്കളെ നോക്കാനുണ്ട്, അതെല്ലാം തന്നെ പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ, ഭർത്താവ് നമ്മളെ പോറ്റൂല എന്നല്ല. അൽഹംദുലില്ലാ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-13 വർഷമായിട്ട് അവർക്ക് കുറവും വരാണ്ട് അന്യം മക്കളെയും നോക്കുന്നുണ്ട്. അത് അവർ നോക്കൂല എന്നുള്ളത് കൊണ്ടല്ലല്ലോ നമ്മളിത് വേറൊരു പരിപാടിയിലേക്ക് ഇറങ്ങുന്നത്. നമ്മളെക്കൊണ്ടും ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പെങ്കിലും നമ്മളെക്കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതും സെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നതും. അപ്പം നമ്മളെ കൊണ്ടൊന്നും പറ്റൂല, നമുക്ക് ഒരുപാട് പണി ഓൾറെഡി നമ്മളെ കടമകളുണ്ട് എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരുന്നാൽ ആ പണികൾ ഒരിക്കലും തീരൂല. അലക്കലും തീരൂല, കുട്ടികളെ നോക്കലും തീരൂല, സ്കൂളിലയക്കലും തീരൂല, ഇഷ്ടംപോലെ പണിയുണ്ടാവും. സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പണിയും പെട്ടെന്ന് തീരുന്ന പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും നേടണം എന്നുള്ള ഒരു കോൺഫിഡൻസ് മനസ്സിലുണ്ടെങ്കിൽ എല്ലാ പണികളും നമുക്ക് ചെയ്തേ പറ്റുമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അതിപ്പോൾ സ്നാക്സ് ബിസിനസ് തന്നെ ആണോന്നില്ല, ഒരുപാട് മേഖലയിൽ ഒരുപാട് സ്ത്രീകൾ ഇപ്പം നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. അൽഹംദുലില്ലാ അതിലൊരാൾ തന്നെയാണ് ഞാനും. അത് നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് വേറെ ഞാൻ ഒറ്റയ്ക്ക് പ്രയത്നിക്കുന്നതുകൊണ്ടല്ല, എല്ലാവരും സപ്പോർട്ടും കസ്റ്റമേഴ്സിൻ്റെ എൻ്റെ ഒരു എന്താ പറയുക അവർ സപ്പോർട്ട് ചെയ്ത് എല്ലാ സാധനം വാങ്ങുന്നതും ഫീഡ്ബാക്ക് പറയുന്നതും എല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്.
അപ്പം നമ്മളെ പണി അല്ലെങ്കിൽ നമ്മളെ കടമ, നമ്മളെ കുട്ടികളോടുള്ള കടമ, ഭർത്താവിനോടുള്ള കടമ, വീട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് കൂടെ തന്നെ നമുക്ക് മുന്നേറണം എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ പിന്നെ ഒറ്റക്കാന്ന്, നമുക്ക് ആരുമില്ല, ഇങ്ങനെ ഇതൊക്കെ ചെയ്യുക, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ സീക്രട്ട്. കുറേ ആൾക്കുള്ള സംശയമാണ്. ഇടയ്ക്കിടയ്ക്ക് എപ്പം കണ്ടാലും നിൻ്റെ വീട്ടിൽ ഹെൽപ്പറൊന്നും ഇല്ലല്ലോ, ഇതെങ്ങനെ ചെയ്യുന്നു, മാഷാ അല്ലാ, അങ്ങനെ ഇങ്ങനെ കുറേ കമൻസ് ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ സീക്രട്ട്. ഒറ്റക്കാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക, മറ്റന്നാളത്തേക്ക് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഓർഡർ വന്നാൽ ഇന്ന് തന്നെ ഞാൻ ചിക്കൻ വാങ്ങി അത് വേവിച്ച് അല്ലെങ്കിൽ അത് പൊരിച്ച് അത് സ്പ്രെഡ് ചെയ്ത് വെച്ച്, പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഫോണിൽ എന്തെങ്കിലും വെച്ചിട്ട് ആക്കിയിട്ടല്ലോ കുറച്ച് ഉള്ളിൻ്റെ തൊലി കളഞ്ഞ് വെച്ച്, അങ്ങനെ ഓരോരോ പണിയായിട്ട് നമ്മൾ എടുത്തെടുത്ത് പോകുമ്പോൾ ഒറ്റക്കാകുമ്പോൾ വലിയ പ്രശ്നമൊന്നും വരില്ല. ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കലുണ്ട്, ഇത് ഫുള്ള് ഞാൻ തന്നെ ആക്കി ഒറ്റയ്ക്ക് എന്ന് ചിന്തിക്കൂ. എൻ്റെ മോള് മാഷാ അല്ലാ നല്ല ഹെൽപ്പിംഗ് ആണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നുകൊണ്ട് ഓളെ കിട്ടൂല. സംസാരിച്ച് വീഡിയോ നടന്ന് പൊന്നാനിയിൽ എത്തിയിട്ടാ ഞാനിപ്പോൾ സ്ക്രീനിലേക്ക് നോക്കുന്നത്. അനിയത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കെട്ടിച്ചുകൊണ്ട് പോയ പൊന്നാനിയിൽ ഓഡിറ്റോറിയം ഇത്. അപ്പോൾ അവിടെ നല്ല ഗാനമേളയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വിശേഷം അത്രയേ ഉള്ളൂ കേട്ടോ. ഒറ്റക്കാണെന്നില്ല ഒരു സംഭവം നിങ്ങൾ പറയുമ്പോൾ ഞാൻ പോലും അറിയുന്നത്. അൽഹംദുലില്ലാ പടച്ചോൻ എൻ്റെ കൂടുതലെടുത്തോളം കാലം നല്ല രീതിയിൽ. ബുദ്ധിമുട്ടുണ്ടാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, കുറേ പണികളൊക്കെ പെൻഡിങ് ആവും. ചിലപ്പോൾ എൻ്റെ വീട്ടിലെ പണി കുറച്ച് പെൻഡിങ് ആവും, അല്ലെ സ്നാക്സിൻ്റെ പണി കുറച്ച് പെൻഡിങ് ആവും, അങ്ങനെ ഇങ്ങനെയെല്ലാം ആവും. പക്ഷേ ഒറ്റക്കായാലും നമുക്ക് നേടണം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിന് പ്രായമോ അല്ലെങ്കിൽ ഏജോ അല്ലെങ്കിൽ നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഓക്കെ, അപ്പം നിങ്ങളും കൂടി എന്നെപ്പോലെ എന്തെങ്കിലുമായിട്ട് നേടാൻ നോക്കണം കേട്ടോ. നമ്മളെ ഒരു ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ജീവിച്ചെന്ന് ആൾക്കാർ പറയുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇത്ര വയസ്സിൻ്റെ ഇടയിലായാലും മോൾ ഇന്നത് ചെയ്തിനല്ലോ അല്ലെങ്കിൽ അവൻ ഇന്നത് ചെയ്തിനല്ലോ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് സക്സസ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ സംസാരിച്ച് ജെയ്ത്തൂനെ കുറിച്ചാണോ പറയുന്നത്, സ്നാക്സിനെ കുറിച്ചാണോ പറയുന്നത്, കല്യാണത്തിനെ കുറിച്ചാണോ ഒരു ഐഡിയ ഇല്ലാണ്ടായല്ലേ. ഞാൻ മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രാവൽ വ്ളോഗ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് വ്ളോഗ് അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്കൊരു പരിചയമില്ല കേട്ടോ. എൻ്റെ ഡെയിലി റൊട്ടീൻ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് മൊത്തം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ പൊന്നാനി പോക്കലും പിന്നെ അതിൽ കഴിഞ്ഞല്ല ഒരുപാട് വീഡിയോസും ഫോട്ടോസെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി നല്ല മഴയാണ്. അപ്പോൾ പിന്നെ ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും കഴിക്കാൻ, മഴയാകുമ്പോൾ എന്താണെന്നറിയില്ല ക്രേവിങ്സ് കുറച്ച് കൂടുതലാണ്. എൻ്റെ ഹസ്ബൻഡിനായാലും മക്കൾക്കായാലും. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെ ഞാൻ അവരുടെ കൂടെ എന്തായാലും പോയല്ലേ പറ്റൂ. ഏകദേശം ഒരു 12 മണിയെല്ലാം ആകുമ്പോൾ ഇങ്ങനത്തെ ക്രേവിങ്സ് എല്ലാം കൂടുതൽ വരാം. അപ്പോൾ നമ്മൾ പാപ്പനശ്ശേരി ഹാജറോടാണ് ഇങ്ങനത്തെ ഒരു ചെറിയൊരു കടയുണ്ട്. അവിടെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അതിൻ്റെ പരിസരത്തിൽ ഷവർമതി അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിന്. ഈ ഷോപ്പിൽ നിന്ന് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പം നല്ല മഴ എന്നെല്ലാം പറഞ്ഞ് ഇരിക്കുന്ന സീറ്റിലേക്ക് വരെ മഴ വരുന്നുണ്ടായിന്. അപ്പോൾ അവിടുന്ന് നല്ല ടേസ്റ്റുള്ള മോമോസും ലോഡഡ് ഫ്രൈസെല്ലാം കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ അതിൻ്റെ പിറ്റേന്ന് ഇത് ആക്ച്വലി ഇത് എത്ര ദിവസത്തെ വീഡിയോസാണെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ആ വീഡിയോസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെല്ലാം കഴിഞ്ഞാന്ന് ഞാൻ തന്നെ ചിന്തിക്കുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ സാധനങ്ങളെല്ലാം ഏകദേശം പരിചയമുള്ളത് തന്നെയല്ലേ. കുറച്ച് കായയുടെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാനുണ്ടായിനി, ഫ്രൈ ചെയ്യാണ്ട് ഇതുപോലെ കൊടുക്കാനുണ്ടായിനി. പിന്നെ ഇറാനിപ്പോൾ ഉണ്ടായിനി. അത് 2 ആക്കേണ്ടതുകൊണ്ട് ഞാൻ ഓൾറെഡി ഫില്ലിങ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചതാട്ടാ. ഒന്നിൽ കുറവ് ഒന്നിൽ കൂടുതലെല്ലാം കാണുന്നതുകൊണ്ട് ഓൾറെഡി ഇങ്ങനെ 2 പോർഷൻ ആക്കി വെച്ചതാണ്. അപ്പം സെയിം ആയിട്ട് ഇടാൻ പറ്റുമല്ലോ. അങ്ങനെ കുറച്ച് കേക്കും, ഇത് ഈത്തപ്പഴം ക്യാരറ്റെല്ലാം ഇട്ടിട്ടുള്ളൊരു കേക്കാണ്. അതും ഇറാനിപ്പോള ഇറച്ചിയുടെ കായയുടെ എല്ലാം ആയിട്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിന്. പിന്നെ മുട്ടമാലൻ്റെ ഓർഡർ ഉണ്ടായിന്. മുട്ടമാല ആക്ച്വലി ഞാനാക്കിയതല്ല, അത് ഞാൻ വേറൊരാളടുത്ത് ഓർഡർ കൊടുത്തിട്ട് ആക്കിപ്പിച്ചതാണ്. അങ്ങനെ ഏകദേശം നടന്ന് നമ്മൾ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ തലേന്നെത്തി. ഷോപ്രിക്സിൽ നിന്നാണ് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിന്. മക്കൾക്കുള്ള ബാഗും കിറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഷോപ്രിക്സിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഫസ്റ്റ് ഡേ തന്നെയല്ലേ. പിന്നെ ഇതിടെ ഓട്ടോയിൽ പോകുന്ന വെച്ചാൽ സെൻവമോളെ ഞാൻ മാറ്റിയിട്ടുണ്ടായിന് കേട്ടോ. ഓള് ഓൾറെഡി മടക്കര അൽബേറിലാണ് പഠിക്കുന്നത്. അപ്പം മൂത്താള ഞാൻ ഓൾറെഡി പഠിക്കുന്ന സ്കൂളിൽ 5ാം ക്ലാസ് വരെ ഇല്ലു. അപ്പോൾ നമ്മളെ പാപ്പനശ്ശേരിയിലെ കാട്ടിലപ്പള്ളിൻ്റെ ഓപ്പോസിറ്റ് ഹിദായത്ത് സ്കൂൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും അറിയുന്നതായിരിക്കും. ഹിദായത്ത് സ്കൂളിലേക്ക് മോളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുത് പിന്നെ എനിക്കും അവിടെ ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരെ അവിടെ ആക്കിയിട്ടുണ്ട്. ഒരാൾ സ്കൂൾ തുടങ്ങുന്ന അറ്റത്ത് UKG, ഒരാൾ സ്കൂൾ അവസാനിക്കുന്ന ഏറ്റവും മുകളിൽ അങ്ങേ അറ്റത്ത്. അങ്ങനത്തെ അവസ്ഥയിലാണ് ക്ലാസ്. 6ാം ക്ലാസ്സും UKGയും നല്ല ഡിഫറൻറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ആയതുകൊണ്ട് സേറമോളും ഉമ്മാൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് ഞാനും കൂടി പോകേണ്ടി വന്നിട്ടുണ്ട് അതിന്. അവിടുത്തെ പ്രവേശനോത്സവവും കാര്യങ്ങളെല്ലാം കാണാൻ അതെല്ലാം ആക്കിയിട്ട് വന്ന്. പിന്നെ ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതും ഓർഡർ ചെയ്തതായ ഒരു സാധനമാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആക്കി തന്നേന്. മാഷാ അല്ലാ നല്ല അടിപൊളിയുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ എഫക്റ്റിൽ തന്നെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പം പ്രൈസും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഇങ്ങനെ പറയുന്നൊന്നുമില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോ.
പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തുണ്ടെങ്കിലും കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു കാർ ഹാങ്ങിങ്ങും അതുപോലെ വീട്ടിൻ്റെ ഒരു ചാവിയും കൂടി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ല അത് കിട്ടിയാൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാറിലിങ്ങനെ ഇത് ഒരു സൈഡിൽ നമ്മളെ പേരും ഈ RPS എന്ന് പറയുന്നത് നമ്മളെ വണ്ടിൻ്റെ ട്രാവലേഴ്സിൻ്റെയും കാറിൻ്റെ എല്ലാം പേരാണ്. മെയിനായിട്ടുള്ളൊരു എന്താ പറയുക നെയിം എന്നെല്ലാം പറയില്ലേ, അതാണ് ഈ RPS. അപ്പം നല്ല ഭംഗിയുണ്ടായിന്. വീട്ടിലെത്തി അത്യാവശ്യം ചെറിയ പണികൾ എടുക്കുമ്പോഴേക്ക് തന്നെ വീണ്ടും അവരെ കൂട്ടാൻ പോകേണ്ട ടൈമായി. കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് 12:30 വരെ ഉള്ളൂ. അങ്ങനെ വീണ്ടും വണ്ടി എടുത്തിട്ട് അവരെ കൂട്ടാൻ വേണ്ടി പോയി. അപ്പോൾ രണ്ടാളെ മുഖത്തെ ചിരിയും സന്തോഷമെല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാവും സ്കൂളെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. രണ്ടാളും അത് പറയുന്നുണ്ടായിന്. അപ്പോൾ ചെറുതിനെ ഞാൻ മാറ്റണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഷോക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ കൂടെ തന്നെ പോകണം. ഞാൻ പിന്നെ വിചാരിച്ചു ഏതായാലും രണ്ടുപേരും ഒരുമിച്ച് ഒരു വണ്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ അതും കൂടി ഒരു സൗകര്യമല്ലേ. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ബാക്കി പണികൾ എനിക്ക് ഒരു 2:30 കൊടുക്കേണ്ട ഓർഡർ ഉണ്ടായിന്. ഓൾറെഡി 12:30 സ്കൂളിൽ നിന്ന് വരുന്നത്. 2:30 കൊടുക്കേണ്ട ഓർഡറും പിന്നെ എൻ്റെ കറികളും ചോറും ഇതെല്ലാം ചെയ്തിട്ട് വേണം ഇവർക്കെല്ലാം ഇപ്പം ചോറ് കൊടുക്കാനെന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ടെൻഷനും അടിച്ചൊരു ദിവസമായിരുന്നു. പിന്നെ എന്തായാലും ഉമ്മമാർ അതൊന്ന് എന്താ പറയുക കുറേ നാളൊരു 2 മാസത്തോളം എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരുന്നതല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിൽ എത്താൻ വേണ്ടിക്ക് എല്ലാ ഉമ്മമാരും കുറച്ച് പെടാപ്പാട് പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാനും അത്യാവശ്യം പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല കസ്റ്റമറും ആയിരുന്നു, എടുത്ത് പറയണം. കാരണം 12:30 അവർ പറഞ്ഞ സമയം. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഹിദായത്തിൽ ഇങ്ങനെ കുടുങ്ങിപ്പോയിട്ടാണ് കുറച്ച് ലേറ്റ് സമയം തരാം ചോദിച്ചപ്പോൾ ആ പ്രശ്നമില്ല, എനിക്ക് നാളെ ഗൾഫിൽ കൊണ്ടുപോകേണ്ടതെന്ന് നീ എൻ്റെ എലുവലാക്കി തന്നാൽ മതി, ഒരു 3 മണിയാകുമ്പോഴേക്കും മതി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമാധാനമായി. വീട്ടിൽ വന്ന് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ചെമ്മീൻ കറിയും കാര്യങ്ങളെല്ലാം ചെയ്ത് കുട്ടികൾക്കതിൽ ചോറെല്ലാം കൊടുത്തിട്ട് ആക്കിയിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഫസ്റ്റ് ദിവസം തന്നെ അവർക്ക് സ്കൂളിൽ ലഞ്ച് കൊണ്ടുപോയി കൂടാലോ. അപ്പോൾ ഈ ലഞ്ച് ബോക്സ് ഫസ്റ്റ് കിട്ടിയതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും. നമ്മളെല്ലാം ചെറുപ്പത്തിൽ ഇങ്ങനെയല്ലേ അല്ലേ, പണ്ട് നമ്മളതെല്ലാം ചെറുപ്പത്തിൽ സ്റ്റീലിൻ്റെ ടിഫിനെല്ലാം ഉണ്ടാവില്ലേ, ഇപ്പം പിന്നെ ഫുള്ള് മോഡേൺ അല്ലേ. അപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹം നമുക്ക് ഇതിൽ തന്നെ ചോറ് തരണോ, സ്കൂളിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ അവർക്ക് അതിൽ ചോറെല്ലാം ഇട്ട് കൊടുത്ത് വെറുതെ ഒന്ന് കൊടുത്തത് അവരുടെ ആഗ്രഹത്തിന്. അങ്ങനെ ചിക്കൻ റോളിൻ്റെ ഷീറ്റും കാര്യങ്ങളെല്ലാം ആക്കി. കായയുടെ ഓൾറെഡി ഉണ്ടായി 50 എണ്ണം. ചിക്കൻ റോള് മാത്രമേ അന്ന് കൊടുക്കേണ്ട പണി ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അതും കൂടി എല്ലാം ആക്കി സെറ്റാക്കി വെച്ചിട്ട് കസ്റ്റമറെ വിളിച്ചിട്ട് ഓക്കെ റെഡിയായെന്നൊക്കെ പറഞ്ഞു. അഥവാ അത്യാവശ്യം ഉണ്ടെങ്കിൽ നല്ലോണം ഉറക്കാൻ നിൽക്കാണ്ട് ഞാൻ നല്ല സേഫായിട്ടുള്ള ഒരു ബോക്സിലായിട്ട് ഇട്ടിട്ട് കൊടുക്കാമെന്നുള്ള പ്ലാനിലുണ്ടായിരുന്നു. കാരണം ടൈം ലേറ്റ് ആകണ്ടല്ലോ, ഫ്രീസാകാൻ എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും മിനിമം. അപ്പോൾ അവരുടെ ടൈം എന്നെക്കൊണ്ട് ലേറ്റ് ആകണ്ടെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും ഇതാ സൈറമോൾ വന്നിട്ട് എന്നെ ഇങ്ങനെ ഉറക്കോ അങ്ങനെ ഉറക്കോ എന്നെല്ലാം ചോദിച്ചിട്ട് ഓരോന്ന് പറയുന്നുണ്ടായിന്. ഇവക്കല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് എടുപ്പിക്കലും ഉറക്കലെല്ലാം കുറച്ച് കൂടുതലാണ്. എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണമെന്നുള്ളൊരു അവസ്ഥയാണ്. വേറെ ആരടുത്തും പോകുന്നില്ല. മുമ്പിലെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ വീട്ടിലെല്ലാം പോയാലും എൻ്റെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞാലേ വരുത്തി. ഇപ്പോൾ എത്ര ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഉമ്മ എടുക്കണോ, ഉമ്മ ചുമലിടണോ, അങ്ങനെയെല്ലാം പറ്റില്ല. കളി കുറച്ച് കൂടി വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. അങ്ങനെ ഓളിപ്പോൾ കൈ ഇങ്ങനെ ലക്ഷ്യം കാണിച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് തൊട്ടിലാട്ടിയിട്ട് ഉറക്കിത്തരോ എന്നെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതപ്പോൾ അതിൻ്റെ പിറ്റേന്നാണ്. അപ്പോൾ വണ്ടിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുന്നവരെ കുട്ടികളെ ഹസ്ബൻഡിനെ കൊണ്ടുവിടുക ചെയ്യുന്നുട്ടാ. അപ്പോൾ തീരുമാനമാകുന്നത് ആവാത്തത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് പുതിയൊരു കസ്തൂർബ സ്കൂളിലെ വണ്ടി എടുക്കുന്നുണ്ട്, ട്രാവലർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വണ്ടി ഹിദായത്തിലെ പാപ്പൻശ്ശേരിയിലെ ഹിദായത്ത് എടുത്താലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലുണ്ട് അത്ര ഓൾറെഡി. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ അതിൽ തന്നെ കൊണ്ടുപോകാമല്ലോ. അതുകൊണ്ടാണ് സ്കൂൾ വണ്ടിയിലൊന്നും ഇപ്പം ചേർക്കാത്തത്. അങ്ങനെ ഒരുവിധം വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം പറയാൻ പോകുന്നത് ഷോപ്രിക്സിൽ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോൾ ചെറിയൊരു ഓഫർ ഉണ്ടപ്പോൾ ഒരു ഹെയർ ഫ്രയർ വാങ്ങിയിട്ടുണ്ട്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇവളിത് എത്ര കാര്യങ്ങളായി ഒരു വ്ളോഗിലേക്ക് കൂടെ എന്നെ പറയുന്നതെന്ന്. ഇതിപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുറേ വ്ളോഗ്സ് ആക്കാനൊന്നും എനിക്കും ടൈമില്ല, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ടൈമില്ല. അപ്പം മൊത്തത്തിൽ ഞാൻ നിങ്ങളൊരു വെറുപ്പിക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ടാണ് 20 മിനിറ്റിൻ്റെ വീഡിയോ ആക്കിയത്. അപ്പോൾ ഇംബെക്സിൻ്റെതാണ് വാങ്ങിയിട്ടുണ്ടായിനെ. ഒരുപാട് നാളായി യൂട്യൂബിലും ഇൻസ്റ്റയിലും എയർ ഫ്രയറിൻ്റെ പപ്സിൻ്റെയും മറ്റും വീഡിയോ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ഒരിക്കൽ വാങ്ങണമെന്ന് എപ്പോൾ ചിന്തിക്കും. പിന്നെ 5000 6000 കേൾക്കുമ്പം നീട്ടി കൊണ്ടുപോക്കാം. ഇതിപ്പം 3500 ഒരു 3800 സംതിങ് ആ ഒരു റേറ്റിന് ഓഫർ ഇട്ടതാന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ പിന്നെ എടുത്തോ, ആഗ്രഹം തീരാണ്ടിരിക്കണ്ട പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് 2 ദിവസത്തോളം ഞാൻ വെച്ചേട്ടാ, വെറുതെ വെച്ച് പാക്കറ്റ് പോലും പൊളിച്ചിട്ടില്ല, അതിന് സമയവും കിട്ടിയിട്ടില്ല. പിന്നെ ഒരു 3-ാമത്തെ ദിവസമായപ്പോൾ കുറച്ച് ചിക്കനെല്ലാം ഫ്രൈ ചെയ്തിട്ടെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത്. അവർ ഓൾറെഡി ജിമ്മിൻ്റെ ആളായതുകൊണ്ട് പിന്നെ ഇതാണ് ഓയിൽലെസ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയിലും നല്ല താല്പര്യമാണ്. അപ്പോൾ സക്സസ് ആയിട്ടുണ്ട് മാഷാല്ലാ. എനിക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കട്ടെ അതിൽ. പിന്നെ അതുപോലെ തന്നെ ഇതെന്താണെന്ന് വെച്ചാൽ പെട്രോളം മരുന്നില്ലേ, കർക്കിടക ലേഹ്യം, പ്രസവരക്ഷാ ലേഹ്യം, അങ്ങനെ കുറേ പേരുണ്ടെന്ന് തോന്നുന്നു.
അത് കുറച്ച് കൊടുക്കാനുണ്ടായിന്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് കുറച്ച് ഡെലിവറി എല്ലാം ചെയ്ത്. അപ്പം ഒരുപാട് വിശേഷങ്ങൾ ഈ ഒരൊറ്റ വീഡിയോ തന്നെ മിക്സ് ആക്കിയിട്ട് പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാ. ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പറയണ്ട, ഇനി പ്രശ്നമില്ലെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നിക്കല്ല. ഇൻഷാ അല്ലാ.